ഹായ്, എല്ലാവർക്കും മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് പക്ഷേ പല കാരണങ്ങളും തിരക്കുകളുകൊണ്ട് നടന്നില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഓൾമോസ്റ്റ് നമ്മുടെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്നുള്ള വീഡിയോസാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ ബ്രൈഡൽ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസം മുന്നേ നമ്മൾ കാണിച്ചിരുന്നു. പക്ഷേ വന്നിരുന്ന കുറേ സാധനങ്ങൾ ഏകദേശം തീർന്നു. നമ്മുടെ ഹെയർ അക്സസറീസും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻസും. അപ്പോൾ അത് നമ്മുടെ ബ്രൈഡൽ സീസൺ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഐറ്റംസും കൂടി പുതിയത് വന്നിട്ടുണ്ട്. അതൊക്കെ കൂടി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹെയർ എക്സ്റ്റൻഷൻ ഈ കാണുന്ന ഇതിപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതാണ്. ഇത് മുകളിലേക്ക് അറ്റത്തുനിന്നോട്ട് കാണിച്ച ആ യെല്ലോ കളറിൽ ആ നമ്പേഴ്സ് എഴുതിയേക്കണേ, OG, നാച്ചുറൽ ബ്ലാക്ക്, ഹൈലൈറ്റിംഗ് കളേഴ്സ്, അങ്ങനെ ലെങ്ത് ഉള്ളത് മുതൽ ഇങ്ങനെ അറ്റം വരെ ഇപ്പോൾ തൽക്കാലം വന്നത് മാക്സിമം സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തേക്കണതാണ്. ഇനിയും കുറേയേറെ ഹെയർസ് വന്നതുണ്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഞാൻ നിങ്ങളെ എങ്ങനെയാണ് ഇതെന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം. ജെയ്സി സംഗതികളൊക്കെ കാണിക്കാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാഫ് ദേവിക മോഡലായിട്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഒപ്പം മഞ്ജു റെഡിയല്ലേ? മഞ്ജു ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് വീഡിയോയിൽ എല്ലാവരും വേണ്ടപ്പെട്ടവരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം കാണിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് ഹൈലൈറ്റിംഗ് കളേഴ്സുള്ള കുറച്ച് ലെങ്ത്തുള്ള നല്ല കേൾസുള്ള ഒരു ഹെയർ എക്സ്റ്റൻഷൻസാണ്. ഇപ്പോൾ കുറച്ചുകൂടി നമ്മളുടെ പഴയ സ്ട്രൈറ്റിംഗ് ലെവലിൽ നിന്നൊക്കെ എല്ലാവരും കുറച്ച് കേളി സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. എക്സ്റ്റൻഷൻ വെക്കാനൊക്കെ പിന്നെ പ്രത്യേകിച്ച് നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്നറിയാം. അപ്പോൾ ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനുള്ള ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടോളൂ. നമ്മുടെ ജെയ്സി പഠിപ്പിച്ചു തരും. നിങ്ങളോട് വരുമ്പോൾ ചോദിച്ചാൽ മതി. ജെയ്സിനോടോ മഞ്ജുവിനോട് ചോദിച്ചാൽ മതി. മഞ്ജു ആണ് ശരിക്കും എക്സ്പെർട്ട്. ജസ്റ്റ് ഇപ്പോൾ നമ്മളങ്ങനെ ഒരു ഫുള്ളി വെൽ പെർഫെക്റ്റ് ഒന്നും ആയിട്ട് വെക്കുന്നില്ല. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം വേഗം വെക്കണമെന്നേ ഉള്ളൂ. ഇത് ഹെയർ എക്സ്റ്റൻഷൻ വെച്ചാലേ, കാരണം ഈ ഹെയറുമായി ബന്ധപ്പെട്ട ഒരു ഹെയർ അല്ല വെച്ചേക്കണേ. പക്ഷേ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്നും അതിൻ്റെ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ദേവികയുടെ ഹെയറിൽ സെറ്റ് ചെയ്തതന്നേ ഉള്ളൂ. അടുത്തത് ഒരു നേരത്തെ അത്രയും കേൾസ് ഇല്ല, എന്നാലും ചെറിയൊരു കേൾസ് ഓംബ്രേ സ്റ്റൈലിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഒട്ടുമിക്ക നമ്മുടെ ബ്രൈഡ്സ് വരുന്ന കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഹെയർ ഹൈലൈറ്റ് ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഗ്ലോബൽ കളർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റിയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. സെയിം ഹെയർ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മുകളിൽ നിന്നുള്ള ഹെയർ താഴത്തേക്ക് ഇടാത്തത്. ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്റ്റൻഷൻസ് കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതേ കണ്ടീഷനിലാക്കണമെങ്കിൽ നിലവിലുള്ള ഹെയർ കൂടി നമ്മൾ ഇതേപോലെ കളർ ചെയ്തിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് ആക്കേണ്ടി വരും. ഇതടുത്തത് നമ്മുടെ ഒരു നാച്ചുറൽ കളർ, ബ്രൗണിഷ് കളറായിരിക്കും കൂടുതലും ഹെയറിന് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു നാച്ചുറൽ കളറിലുള്ള കേൾസുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻസാണ്. ഇത് എനിക്ക് തോന്നുന്നു ദേവികയുടെ ഹെയറിന് പറ്റിയ ഒരു ഇത് തന്നെയാണ്. ദേവിയുടെ കുറച്ച് ബ്ലാക്ക് ഹെയറാണ്, ഇത് കുറച്ച് ബ്രൗൺ ആണ്. പക്ഷേ ടെക്സ്ചർ കൊണ്ട് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ടാണ് പോലെ ഉണ്ട്. ഇത് നമുക്ക് വെച്ചൊക്കെ എങ്ങനെ ഉണ്ടാവും. കളറിൻ്റെ ഒരു കളറിൻ്റെ ആ ചെറിയ വേരിയേഷൻ കാണിക്കണമെന്നുള്ളൂ. പക്ഷേ സംഗതി സെയിം പാറ്റേൺ ആണ്. ഇങ്ങനത്തെ ഒരു നോർമൽ വേവി ലുക്കുള്ള ആളുകൾക്ക് പറ്റിയ കറക്റ്റായിട്ടൊരു എക്സ്റ്റൻഷനാണ്. അടുത്തത് നമ്മൾ ഇപ്പോൾ ചെയ്ത സെയിം ടെക്സ്ചർ തന്നെയാണ്, സ്റ്റെപ്പ് കട്ട് പോലെ തന്നെയും, പക്ഷേ ഹൈലൈറ്റിങ് ഉള്ള ടൈപ്പ്. ഇതിൽ തന്നെ ഹൈലൈറ്റിംഗ് ഉള്ള സ്ട്രെയിറ്റ് സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ട ഒരു സ്റ്റൈൽ. നിങ്ങൾ വെക്കുന്നതിൽ പെർഫെക്ഷൻ പ്രതീക്ഷിക്കേണ്ട. കാരണം നമ്മൾ ജസ്റ്റ് എക്സ്റ്റൻഷൻസ് നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതല്ലാതെ അത് വെക്കുന്നതിൽ പെർഫെക്ഷനോ അത് സ്യൂട്ടായില്ലല്ലോ എന്നുള്ള കമൻറ്റുകൾ ഒരു കാരണവശാലും താഴെ പ്രതീക്ഷിക്കുന്നില്ല. അടുത്തത് വേവി നാച്ചുറൽ. ഇപ്പോൾ നമ്മൾ കാണിച്ച അതേ ഹെയറിൻ്റെ ടെക്സ്ചർ തന്നെ, പക്ഷേ താഴേക്ക് കുറച്ച് വേവി അല്ലെങ്കിൽ കേൾസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വേവി ഇതിലുള്ള എക്സ്റ്റൻഷൻസ്. അടുത്ത് നമുക്ക് പാർട്ടി മേക്കപ്പോ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും അതിൻ്റെ ഈസി ആയിട്ട് പെട്ടെന്ന് ഹെയർ സ്റ്റൈൽ ചെയ്യും. പ്രത്യേകിച്ചും ഹെയർ കുറവുള്ള ആളുകൾക്ക് നമ്മളൊരു പുട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ജസ്റ്റ് ഈ ഒരു ഇത് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ പുട്ടപ്പ് ചെയ്തിട്ട് വെക്കുന്ന രീതിയിലേക്കുള്ളൊരു നമുക്കിതിൽ ഹെയറിൽ കാണിച്ചൂടെ. അതിങ്ങനെ പരന്നിട്ടുണ്ടാവുക. ഇതിൻ്റെ ഇവിടെ നമുക്കിതിൻ്റെ ആ ഒരു വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുണ്ടാവും.
അത് വെച്ചിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പുട്ടപ്പ് ചെയ്യാനുള്ള ഒരു ഷേപ്പിലേക്ക് മാറും. ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ടിക്ടോക്ക് പോലത്തെ ഒരു സംഭവം മുകളിലും താഴെയായിട്ടുണ്ടാവും. അത് അതിലേക്ക് വെച്ച് പിൻ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വെറുതെ വെച്ച് കാണിക്കുന്നുള്ള യു പിന്ന് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈസിക്ക് വേണ്ടി വെക്കണമെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ സാധനം കൂടി ഇത് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുക്കാവുന്ന സംഭവമാണ്. ഇത് അതിൻ്റെ കൂടെ ഒന്ന് വെച്ചോ, അപ്പോൾ പിന്നെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ എല്ലാം ഈസി ആയിട്ട് ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് എക്സ്റ്റൻഷൻസിൽ തന്നെ ഉണ്ട്. കളറും കൂടി അവൈലബിൾ. ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കളേഴ്സ് ആണെങ്കിൽ അതിൽ ചെയ്യാനായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് കളേഴ്സ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇതിങ്ങനെ 2 കളറിൽ വരും. നമ്മുടെ ആവശ്യമനുസരിച്ച് ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ചും ഹെയർ സ്റ്റൈലിസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു മെസ്സി ബ്രൈഡ് സ്റ്റൈല്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ എന്തെങ്കിലും കാരണവശാൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലിൽ എക്സ്റ്റൻഷൻസ് ആണിത്. ഇതെങ്ങനെയാണ് കാണിച്ചു തരും. ഓക്കെ, ജസ്റ്റ് സാധാ ഇതുപോലെ തന്നെ വയ്ക്കുക. അതിനുശേഷം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ഈ മുസ്ലിം ബ്രൈഡ്സിനൊക്കെ ആയിരിക്കുമല്ലേ കുറച്ചുകൂടി ഉണ്ട്. അതുപോലെ ഫ്രണ്ടിലേക്ക് ഇടുക. ജസ്റ്റ് ടേൺ ചെയ്ത് ആ ചെയർ അപ്പോൾ അറിയാൻ പറ്റും. അതുപോലെ ഫ്രണ്ടിലേക്ക്. ഇതതുപോലെ നമുക്ക് ബ്രൈഡിനോ അതല്ലെങ്കിൽ കൂടെ വരുന്ന ആളുകൾക്കോ ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് യൂസ് ചെയ്യണമെങ്കിലോ ജസ്റ്റ് പുട്ടപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് ക്രാബ് ടൈപ്പ് ഇതേപോലെ തന്നെ നമുക്ക് പിടിപ്പിക്കുകയും ചെയ്യാം. അത് ഒരേ ഇതിൽ തന്നെ നമുക്ക് 2 ഇപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അതേപോലെ തന്നെ ഇത് 2 സ്റ്റൈലിൽ ഇത് നേരെ തിരിച്ചിട്ടാണ് നമ്മൾ ഈ ക്രാബ് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്ത ഫീൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരേ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 സ്റ്റൈലിൽ സാധനം ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്ക് സെൽഫായിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള സാധനമാണ്. അഥവാ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നതിന് സെൽഫായിട്ട് ഒരു പാർട്ടി മേക്കപ്പോ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ജസ്റ്റ് ക്രാബ് ഇതേപോലെ തന്നെ ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. 2 സൈഡിൽ 2 സ്റ്റൈലിൽ കിട്ടും. ഇവിടെ നോർമൽ ടെക്സ്ചറാണ്. ഇതും ബണ്ണ് തന്നെ ചെയ്യാനുള്ള മെസ്സി ബണ്ണ്, പക്ഷേ ഹൈലൈറ്റ് ആയിട്ടുള്ള സംവിധാനത്തിലാണ്. സെയിം നേരത്തെ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഇവിടെ ഒരു ഇതുണ്ടാവും. അത് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ ഇതേപോലെ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ചധികം സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ സ്റ്റൈൽ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെറിയ ഒരു സൈഡിലോ അല്ലെങ്കിൽ പുട്ടപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലോ മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു യൂപ്പിന് 4 സൈഡിൽ നിന്നും കൊടുക്കാവുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ചെറിയ ഡിസൈൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. സ്പ്രെഡിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കാണ്. എന്നാലൊരു സൈഡിലൊരു സ്പ്രെഡ് ചെയ്തിട്ടൊക്കെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനിയിപ്പോൾ പ്രത്യേകിച്ച് സ്പ്രേ ഒന്നും ചെയ്യേണ്ട, വലിയ ടാലൻ്റ് ഒന്നും ഇല്ലെങ്കിലും ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ ഇപ്പോൾ ഈ മെസ്സി ബ്രൈഡ് ഉണ്ട്. ഞാനിപ്പോൾ നേരത്തെ കാണിച്ച അതേ റേഞ്ചിലുള്ള ഇതുണ്ടോ പല ഡിസൈൻസ് ഒരേ രീതിയിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് മെസ്സി ബ്രൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല ഡിസൈൻസ്, അതുപോലെ തന്നെ കുറേ ഹെയർസ് കുറേ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണിച്ചു. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് നല്ലൊരു നിങ്ങൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറയുന്നൊരു സംഭവമാണ് നല്ല ക്വാളിറ്റിയുള്ള റബ്ബർ ബാൻഡ്സ് കിട്ടുന്നില്ല എന്നുള്ളത്. ഇതുണ്ടോ എത്ര ധൈര്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വലിക്കാൻ പൊട്ടില്ല. നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള സാധനമാണ്. അതിങ്ങനത്തെ ഒരു ഫുൾ ബോട്ടിലായിട്ട് അത് നിങ്ങൾക്ക് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. അങ്ങനത്തെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഇതുപോലെ തന്നെ നമുക്ക് ഹെയറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള കുറേ ഡിസൈൻസ് കുറേ അധികം നമ്മുടെ കയ്യിൽ ഇതാണ് വന്നിട്ടുണ്ട്. നമ്മൾ ബ്രൈഡൽ പ്രമാണിച്ച് ഹെയർ സ്റ്റൈലിങ്ങിന് നമ്മുടെ അക്സസറീസ് ഹെയർ കുറേ നമ്മളിവിടെ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതും കൂടെ കാണിച്ചു പോകാം. ഒപ്പം കുറേ വെറൈറ്റി, ഇതൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതാണ് സംഭവമാണ് ഇത്. അതുപോലെ തന്നെ കുറച്ച് ബ്രൈഡൽ അക്സസറീസ് സാധനങ്ങളൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചുട്ടി മാട്ടി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചധികം ധാരാളം നല്ല സ്റ്റൈലൻ ആയിട്ടുള്ള ഇത് കുറച്ച് നെക്ലേസിൻ്റെ റേഞ്ച് ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ചുട്ടി കുറച്ചധികം വന്നിട്ടുണ്ട്. 3 ലെയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അധികം വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റ് അതുകൂടാതെ ഹിപ്പ് ചെയിൻസ് കുറച്ചധികം വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ സമയം കുറേ പോകും. ഇതുപോലെ അക്സസറീസ് കുറേ അധികം വന്നിട്ടുണ്ട്. വലിയ റേറ്റൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കുറച്ച് അക്സസറീസ് ഐറ്റംസ് കുറച്ച് അധികം വന്നിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും.
കുറേ അധികം സാധനമുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെറൈറ്റി ഉള്ള സാധനങ്ങൾ മാത്രമാണ് എടുത്ത് കാണിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഈ വരുന്ന സീസണിലേക്ക് ഉപകാരപ്പെടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ നിലവിൽ സ്റ്റോക്ക് റെഡിയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് മിഡാസിലേക്ക് വരിക, അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരേക്കും നമുക്ക് വീണ്ടും കാണാം. പക്ഷേ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് എങ്കിൽ മൊത്തത്തിലുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാൻ വരേക്കും. ബൈ.